കരിയർ വെബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് വെസ്റ്റേൺ റെയിൽവേയിൽ വന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. അപ്രൻറ്റിസ്ഷിപ്പാണ്. ഫെബ്രുവരി 21 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. മാർച്ച് 23 ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. മാർച്ച് 23 5 മണി വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക. അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാം. എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ആപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 15 years of age and must not have attained 24 years of age as on മാർച്ച് 23. 24 years ആണ് അപ്പർ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് SC/ST കാൻഡിഡേറ്റ്സ്, OBC, PWD, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഏത് വരെയാണ്, ഫ്രം ടു ഇങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അവരൊരു കോളത്തിൽ തന്നിട്ടുണ്ട്. SC/ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്, OBC കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ട്, PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിനും റിലാക്സേഷൻ ഉണ്ട്. എക്സ് സർവീസ്മാൻ അതിൽ തന്നെ SC/ST OBC കാൻഡിഡേറ്റ്സിന് വീണ്ടും റിലാക്സേഷൻ അവർ അനുവദിച്ചിട്ടുണ്ട്. Essential qualifications. Applicants must have already passed the prescribed educational qualification as on the date of issue ഓഫ് ദിസ് നോട്ടിഫിക്കേഷൻ. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മെട്രിക്കുലേഷൻ ആണ്, അതായത് 10th ക്ലാസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ ദ 10+2 എക്സാമിനേഷൻ സിസ്റ്റം വിത്ത് എ മിനിമം ഓഫ് 50% അഗ്രിഗേറ്റ് മാർക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. 50% ആണ് മാർക്ക് നിങ്ങൾക്ക് വേണ്ടത് അപ്ലൈ ചെയ്യാൻ. മെട്രിക്കുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. Technical qualifications. Applicants must possess ITI certificate in the relevant trade affiliated to NCVT as detailed below. ഏതൊക്കെയാണ് ട്രേഡ്, ITI ട്രേഡ് അവർ ചോദിച്ചിരിക്കുന്നത് എന്ന് താഴെ കൊടുത്തിരിക്കുന്നു. ഏകദേശം 10 പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ നോക്കുക. ഞാൻ ഫിറ്റർ, വെൽഡർ, ടേണർ, മെഷീനിസ്റ്റ്, കാർപ്പൻറ്റർ, പെയിൻറ്റർ, ഡീസൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻറ്റ്, ഇലക്ട്രീഷ്യൻ. Okay, applicants whose SSC or ITI result are awaited as of the date of this notification are not eligible to apply. അപ്പോൾ മെട്രിക്കുലേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത്, അപ്രൻറ്റിസ്ഷിപ്പ് ആണ്. EWS കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് റിസർവേഷൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നു. ദെൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ്. ആപ്ലിക്കേഷൻ ഫീ 100 ആണ്. നോ ഫീസ് റിക്വയർഡ് ടു പെയ്ഡ് ബൈ SC/ST PWD വുമൻ ആപ്ലിക്കൻസ്. വുമൻ ആപ്ലിക്കൻസിന് ഫീ ഇല്ല. SC/ST PWD കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല. ദെൻ മെഡിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. കാൻഡിഡേറ്റ്സ് ഹു ആർ ഷോർട്ട് ലിസ്റ്റഡ് ആൻഡ് കോൾഡ് ഫോർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മസ്റ്റ് സബ്മിറ്റ് എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. ഈ നോട്ടിഫിക്കേഷന് താഴെ അവർ ആ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻ കേസ് സെലക്ട് ആവുകയാണെങ്കിൽ അത് ആ ഒരു ഫോമാറ്റിലായിരിക്കണം നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ദെൻ മാക്സിമം പെർമിസിബിൾ ഡിസബിലിറ്റി ഒക്കെ കൊടുത്തിരിക്കുന്നു. ഹിയറിംഗ് ഇമ്പയർഡ് ആൻഡ് വിഷ്വലി ഇമ്പയർഡ് കാൻഡിഡേറ്റ്സിനുള്ള മാക്സിമം പെർമിസിബിൾ ഡിസബിലിറ്റി കൊടുത്തിട്ടുണ്ട്. Then training period and stipend. Selected applicants shall undergo apprenticeship training for a period of 1 year. 1 year ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കാം. Then stipend. Selected candidates engaged as apprentices shall undergo apprenticeship training for a period of 1 year and will be paid as stipend at the prescribed rate during the training period as per എക്സ്റ്റൻഡ് റൂൾസ് ആൻഡ് ഡയറക്റ്റീവ് ഇഷ്യൂഡ് ബൈ റെയിൽവേ ബോർഡ്. റെയിൽവേ ബോർഡിൻ്റെ പ്രിസ്ക്രൈബ്ഡ് റേറ്റിലായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് അനുവദിക്കുക. മോഡ് ഓഫ് സെലക്ഷൻ. ദർ വിൽ ബി നോ റിട്ടൺ ടെസ്റ്റ് ഓർ വൈവ. റിട്ടൺ ടെസ്റ്റോ വൈവയോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങളൊരു മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. നിങ്ങളെ മെട്രിക്കുലേഷൻ മാർക്കിൻ്റെ ബേസിലായിരിക്കണം. വിത്ത് എ മിനിമം 50% മാർക്ക് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ബേസിൽ ഒരു മെറിറ്റ് ലിസ്റ്റ് അവർ പ്രിപ്പയർ ചെയ്യും. ആവറേജ് ഓഫ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ബോത്ത് മെട്രിക്കുലേഷൻ ആൻഡ് ദ ITI എക്സാമിനേഷൻ. ITI ട്രേഡ് അനുസരിച്ച് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അല്ലാതെ ഒരു റിട്ടൺ ടെസ്റ്റോ വൈവോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെയാണ് മാർക്ക് കാൽക്കുലേഷൻ ഒക്കെ വരുന്നത് എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നു. അതിന് താഴെ
ഫോം ഫില്ല് ചെയ്യേണ്ടതും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡോക്യുമെൻറ്റ്സ് ടു ബി അപ്ലോഡഡ്. നിങ്ങൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതാണ്. 1 year ആണ് അപ്രൻറ്റിസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ITI ട്രേഡ് ഉള്ളവർക്ക്, അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. എക്സ്പീരിയൻസ് ആവും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുക. ഞാൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, കരിയർ വെബിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.